കേരളത്തിലെ കർഷകർ ഈ മുളയെപ്പറ്റി മനസ്സിലാക്കാൻ തുടങ്ങിയതേ ഉള്ളൂ. 2017 മുതലാണ് ഇത് ശരിക്കും കർഷകരിലേക്ക് എത്തുന്നത്. കാരണം അന്നേരം മുതലാണ് ഇത് കൃഷിയിലേക്ക് മാറ്റുന്നത്. അതുവരെ വനവിഭവമായിരുന്നു. എന്നാൽ മുളയൊരു അത്ഭുത ചെടിയാണ്. ദിവസം ശരിക്കും വളം കൊടുക്കുകയാണെങ്കിൽ, വെള്ളവും കൊടുക്കുകയാണെങ്കിൽ ദിവസം 2.5 അടി വളരും. അത്രയും ഫാസ്റ്റായിട്ട് വളരുന്ന ഒരു ചെടിയുമില്ല. ആല് പോലെ തന്നെ ഓക്സിജൻ തരുന്ന പ്രധാനപ്പെട്ട ഒരു ചെടിയാണ് ഇത്. അതിൽ മുളയൊരു ലങ്സാണ് എന്ന് പറഞ്ഞാൽ ഇത് ഒരു മനുഷ്യൻ്റെ ലങ്സിന് ചെയ്യുന്നതിൽ കൂടുതൽ ഉപകാരം മുള ചെയ്യുന്നുണ്ട്. കാരണം നമ്മളിൽ നിന്ന് പുറത്തോട്ട് പോകുന്ന കാർബൺ ഡൈ ഓക്സൈഡിനേക്കാൾ കൂടുതൽ കാർബൺ ഡൈ ഓക്സൈഡ് മുള വലിച്ചെടുക്കുന്നുണ്ട്. കൃത്യമായ കണക്കുകളുണ്ട്. രണ്ടാമത്, നമ്മൾ വലിച്ചെടുക്കുന്ന ഓക്സിജനേക്കാൾ കൂടുതൽ ഓക്സിജൻ മുള നമുക്ക് തരുന്നുണ്ട്. അങ്ങനെ വരുമ്പോൾ അതും നമുക്ക് വളരെ ഇതാണ്. ഓരോ മനുഷ്യനും ഒരു മുള എങ്കിലും അവനവൻ്റെ വീട്ടിൽ വയ്ക്കണം. മുളയിൽ നിന്ന് ഫുഡുണ്ട്, മുളയിൽ നിന്ന് ഡ്രസ്സുണ്ട്, മുളയിൽ നിന്ന് ഗ്രീൻ സ്റ്റീലുണ്ട്. എല്ലാ ഉപകരണങ്ങളും, വീട്ടുപകരണങ്ങളും മുള കൊണ്ടുണ്ടാക്കാം. ഒരുപാട് ടോയ്സും മറ്റു കാര്യങ്ങളുണ്ടാക്കാം. അതിനേക്കാളെല്ലാം ഉപരി 2G എത്തനോൾ ഏറ്റവും കൂടുതൽ ഉണ്ടാക്കാൻ പറ്റുന്നത്, കുറഞ്ഞ സ്ഥലത്ത് നിന്ന് കൂടുതൽ എത്തനോൾ ഉൽപ്പാദിപ്പിക്കാൻ പറ്റുന്നത് മുളയിൽ നിന്നാണ്. അതിൻ്റെയും കണക്കുണ്ട്. 10,000 കണക്കിന് ഏക്കർ വയ്ക്കുന്നിടത്ത് വളരെ കുറച്ച് ഏക്കർ വെച്ചുകൊണ്ട് നമുക്ക് എത്തനോൾ അതിൽ കൂടുതൽ ഉണ്ടാക്കാൻ സാധിക്കുന്നതാണ്. കാർബൺ ന്യൂട്രൽ റോഡുകൾ ഇന്ത്യക്ക് വളരെ ആവശ്യമാണ്. കാർബൺ ന്യൂട്രൽ നമ്മളിവിടെ ഉണ്ടാക്കാൻ തുടങ്ങി. ഡൽഹി ജയ്പൂർ റോഡിൽ നമ്മൾ കണ്ടു. ഇതെല്ലാം കേരളത്തിൻ്റെയും ഈ ഭാരതത്തിൻ്റെയും മറ്റ് സംസ്ഥാനങ്ങളിലെല്ലാം ബാംബു ബോർഡുകൾ തുടങ്ങി. കേരളം മടിച്ചു നിൽക്കാതെ ബാംബു ബോർഡ് തുടങ്ങി. വളരെ ഭംഗിയായിട്ട് പോകേണ്ടതാണ്. റബ്ബറിനെക്കാട്ടിലും ഒരു 5 ഇരട്ടി വരുമാനം മുളയിൽ നിന്നുണ്ടാകും എന്നുള്ളത് സിമ്പിൾ കണക്കിൽ തന്നെ പറയാനുള്ളതേ ഉള്ളൂ.